നമ്മൾ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചായിരുന്നു. അതിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ആ ദൈവത്തിന്റെ ആ ഇഷ്ടം ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു യഥാർത്ഥമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം, അല്ലെങ്കിൽ ദൈവത്തിന് എല്ലാ കാര്യത്തെക്കുറിച്ചും ഉദ്ദേശമുണ്ട്, നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടത്തി തരുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചത് അനുസരിച്ച് ദൈവം ചില കൽപ്പനകൾ തരും. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത് എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഞാൻ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം ഉള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. നമ്മൾ ഇന്നലെ പഠിച്ച ആശയം, ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു വീടിന്റെ ഉടമസ്ഥൻ, അവന്റെ മനസ്സിലെ ആഗ്രഹം യഥാർത്ഥമായി പണിക്കാരനോടോ അല്ലെങ്കിൽ എഞ്ചിനീയറോടോ പറഞ്ഞു കൊടുക്കുകയും അത് ചെയ്യുന്ന വ്യക്തി അത് മുഴുവൻ പെർസീവ് ചെയ്തിട്ട് ആ ആഗ്രഹത്തിനനുസരിച്ച്, ആ ഉടമയുടെ ആഗ്രഹത്തിനനുസരിച്ച് പണിയുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞാൽ അല്ലേ, നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൻ്റെ കാര്യത്തിനും ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച എല്ലാ മേഖലകളുടെ പെർഫെക്ഷൻ്റെ കാര്യത്തിനും 100% ദൈവികമായ ഇഷ്ടം ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം എന്നോട് ഇടപെട്ടായിരുന്നു. അത് നിങ്ങളോട് പാസ് ഓൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അല്ലെങ്കിൽ നമ്മളോട് ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ഒരു പ്രത്യേകമായ ആ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. അല്ലേ, ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ 10-ാം വാക്യത്തില് ദൈവം ഒരു ആശയം പറയുന്നുണ്ട്. 9-10 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ ഇങ്ങനെ കാണാം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അപ്പോ ദൈവം നമ്മളെ കേവലം ഒരു ആടുകൾ മാത്രമായിട്ടല്ല, പകരം വളരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹബന്ധത്തിലായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ദൈവം പിന്നെയും ഫർദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുന്നത്, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഉപദേശിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആ
കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലും ഇത് ഭയങ്കരമായ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലോ പോകണമെങ്കിൽ പ്രൈമറിലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ അവിടെ കുറഞ്ഞാൽ സ്നേഹബന്ധത്തിനും കുറവ് സംഭവിക്കും. അത് മനുഷ്യനായാലും ഈ ആത്മാവിന്റെ സിസ്റ്റമായാലും ദൈവത്തിന്റെ സിസ്റ്റമായാലും ഒക്കെ ശരിയാ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഈ സ്നേഹം ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രൈമറി സ്റ്റെപ്പ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു, ഇന്നലെ നമ്മൾ പഠിച്ചത്, യേശു ഈ ആട്ടിൻതൊഴുത്തിൽ കടന്നിട്ട് ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അതിനുശേഷം ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. അപ്പൊ പേർ ചൊല്ലി വിളിക്കാൻ പാകത്തിനുള്ള ഒരു സ്നേഹബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ടാണ് പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോവുകയും ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഫണ്ടമെന്റലി ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇനി കമ്മ്യൂണിക്കേഷനകത്ത് അടുത്ത പോർഷനിലോട്ട് നമ്മൾ വരികയാണ്. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ശരിക്കും മോൾഡ് ചെയ്യാൻ, ശരിക്കും നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കറക്റ്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ യഥാർത്ഥമായി പെർസ്യൂ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻ മസ്റ്റ് ആണെന്ന് നമ്മളുടെ അബോധ മനസ്സിലോ അല്ലെങ്കിൽ ഡീപ്പ് ഇൻസൈഡിൽ നമ്മളത് എടുക്കണം. അതായത് പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്രിസ്ത്യൻ ലൈഫിന്, ദൈവത്തിന്റെ ഇടപാടിന് ആവശ്യമുണ്ട്. അതില്ലാതെ ക്രിസ്ത്യൻ ലൈഫ് എന്നല്ല, ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല. അതിനുശേഷം ദൈവം പറയുന്ന ഒരു രീതി നോക്കണേ. ഈ ഇങ്ങനത്തെ ഈ കമ്മ്യൂണിക്കേഷനിൽ ദൈവം ചില കാര്യങ്ങളെ കൽപ്പിക്കും, അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ പറയും. ദൈവം പറയുന്നതായത് ഒരു കൽപ്പനയായിട്ട് തന്നെ എടുക്കണം. ആ കൽപ്പന നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഒന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി നമ്മൾ ഫസ്റ്റ് നമ്മളെ ആ സ്പിരിറ്റിനെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത് ആ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി വെച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മുടെ ഉള്ളിൽ വസിച്ച് ദൈവം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അങ്ങനെ സംസാരിക്കുന്ന കൽപ്പനകളെ നമ്മൾ ഏറ്റവും താല്പര്യത്തോടെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ഇവിടെ യേശു എഴുതിയേക്കണേ. നമ്മൾ അവന്റെ വാക്ക് കേട്ടത് അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ സ്നേഹബന്ധത്തിൽ നമ്മൾ ആയിരിക്കുന്നത്, വസിക്കുന്നത്. അത് കൂടുതൽ കൂടുതൽ ഹല്ലേലൂയ കൂടുതലായിട്ടത് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ആ പോയിന്റിൽ തന്നെ ഒരു കാര്യം കിടപ്പുണ്ട്. സപ്പോസ് നമ്മൾ ദൈവം പറയുന്നത് ചെയ്യുന്നില്ല എങ്കിൽ ആ സ്നേഹബന്ധത്തിൽ വിള്ളൽ സംഭവിക്കുകയാണ്. അത് മനുഷ്യന്റെ കാര്യത്തിലായാലും അതെ. നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവരൊക്കെയോ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ചെയ്യുന്നില്ല എങ്കിൽ സ്നേഹബന്ധത്തിൽ വിള്ളൽ സംഭവിക്കും. അപ്പൊ യേശു ശരിക്കും ആഗ്രഹിക്കുന്നത് യേശുവിന്റെ സ്നേഹിതന്മാരായിട്ടിരിക്കാനാണ്. ഹല്ലേലൂയ. നമ്മള് ഈ കാര്യം ഒന്ന് ആഴത്തിൽ, നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലോട്ട് പോവാണേ. ഇവിടെ നമ്മൾ ഇന്നലെ വായിച്ചതായിരുന്നു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ട ഒരു ആശയം എന്ന് പറയുന്നത്, ആ വീട് പണിയുന്നവൻ അവന്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോഴാണ് ആ സന്തോഷത്തിന്റെ പൂർണ്ണത നമ്മളിൽ ഉണ്ടാകുന്നത്.
ഇനി അതേ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഫർദറായിട്ട് ഞാൻ അത് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനൊരു ആമുഖമായിട്ട് അല്ലെങ്കിൽ ചില ഫണ്ടമെന്റലായിട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സോ ഇനി മുതൽ ഞാൻ പറയുന്ന കാര്യം വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ ദൈവം പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച ആ കാര്യം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ എന്ന വ്യക്തി നമ്മളുടെ പെരിഫറലി കാണുന്ന നമ്മുടെ ബോഡിയാണ്. നമുക്കൊരു സോളുണ്ട്, നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സോൾ, സ്പിരിറ്റ്, ബോഡി സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആശയത്തിന്റെ എളുപ്പത്തിന് വേണ്ടി ഒന്നുകൂടെ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഓരോരുത്തരും ഈ ബോഡി, സോൾ, സ്പിരിറ്റ് സിസ്റ്റത്തിലുള്ളവരാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഈ സ്പിരിറ്റിനെ ഈ യേശുവാകുന്ന വാതിലിലോട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി കൊടുത്ത യേശുവിന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പൊ യേശു പറഞ്ഞ ആ വാക്ക്, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മൾ ഇതിനെ എടുത്ത് യേശുവിന്റെ കൊടുത്ത യേശുവിന്റെ സ്പിരിറ്റ് നമ്മളിൽ വസിക്കും. നമ്മളത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ്. ഇനി വേറൊരു വലിയ മർമ്മം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിന്റെ ആഗ്രഹവും സാത്താന്റെ ആഗ്രഹവും ഈ സോൾ എന്ന് പറയുന്ന സാധനത്തെ അതിന്റെ ഫ്യൂച്ചറാണ്, അല്ലെങ്കിൽ ആ സോളിന്റെ ഡെസ്റ്റിനേഷനാണ് ദൈവത്തിന്റെയും സാത്താന്റെയും ഒബ്ജക്റ്റീവ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തില് 16-ാം അധ്യായത്തിൽ ദൈവം നമ്മളോട് പറയുന്നതാണ്, ഒരുവൻ സർവ്വലോകവും നേടിയാലും ഈ ആത്മാവിനെ നഷ്ടമാക്കുന്നതിൽ, അവിടെ ആത്മാവ് ഈ മലയാളം ബൈബിളിലെ പ്രശ്നമാണ്. ആക്ച്വലി ഇറ്റ്സ് എ സോൾ. ഈ സോളിനെ നഷ്ടമാക്കുന്നതിൽ എന്ത് പ്രയോജനം? ഇൻ അതർ വേർഡ്സ്, നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന സോളിന് ഈ യൂണിവേഴ്സിനേക്കാളും വിലയുണ്ട്. നമുക്കതിന്റെ വില അറിയില്ലാത്തതുകൊണ്ടാണ്. ഇറ്റ്സ് എ വെരി വെരി കോസ്റ്റ്ലി സ്റ്റഫ്. ഹല്ലേലൂയ. ഭയങ്കരമായ മൂല്യമുള്ളൊരു സാധനമാണ്. അതായത് ഈ ലോകം മുഴുവൻ നേടിയാലും ഈ സോളിന്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ, ഈ നേടിയ സാധനത്തിനൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതായി മാറും. അപ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ കാര്യം അറിയാതെ, നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാതെ, നമ്മൾ പലപ്പോഴും ഈ സോളിനെ യേശുവിൽ പർപ്പസ്ഫുള്ളി കൊടുക്കാതെ വെറുതെ വിടുകയും, സ്വാഭാവികമായിട്ട് ഈ ലോകത്തിന്റെ ഈവിൾ സിസ്റ്റം ഈ നമ്മുടെ സ്പിരിറ്റിനെ ആക്സസ് ചെയ്യുകയും, ഈ സ്പിരിറ്റ് സാത്താനികമായ കാര്യം നമ്മുടെ സ്പിരിറ്റുമായി സംവേദിച്ച്, അല്ലെങ്കിൽ സാത്താന്റെ സ്പിരിറ്റ് ഇൻ എ വേ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നമ്മളിൽ വസിച്ച് ഈ സോളിനെ കൊണ്ടും നമ്മുടെ ബോഡിയെ കൊണ്ടും ഒത്തിരി പാപം ചെയ്യിക്കുകയും, ഈ സോള് നിത്യ നരകത്തിന് സാത്താന്റെ കൂടെ പോകാൻ വേണ്ടി അതിനെ പ്രാപ്തമാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, അല്ലേ, പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാർത്ഥന വാചകമുണ്ടല്ലോ, സ്വർഗത്തിലെ ഇഷ്ടം അത് ഈ ഭൂമിയിലും ആകണം. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്ന് അറിയാവോ? ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പണിയുടെ കാര്യമൊക്കെ പറഞ്ഞു.
നമ്മൾ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റി നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടൊന്ന് നോക്കി. നമ്മുടെ ഉള്ളിലോട്ടൊന്ന് നോക്കി, നമ്മുടെ സോൾ ഇപ്പോൾ എവിടെയാ? ഈ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും മരിക്കും, അല്ലെങ്കിൽ യേശു ഉറപ്പായിട്ടും വരും. ഈ സോൾ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ ഈ സോൾ, ഏറ്റവും വിലയുള്ള ഈ സോൾ, ദൈവത്തിന് അതിനെ രക്ഷിക്കുവാൻ, ദൈവത്തിന്റെ കൂടെ വസിക്കുവാൻ, യേശുവിന്റെ കൂടെ വസിക്കുവാൻ, നിത്യതയിലോട്ട് പോകാനാണ് ദൈവത്തിന്റെ താല്പര്യവും ആഗ്രഹവും. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടതും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി സാധനങ്ങളൊക്കെ മാറ്റിവെക്കുക. ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയും കറക്റ്റ് ചെയ്യേണ്ടയും സാധനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സോൾ വളരെ പ്യുവർ ആയിരുന്നു നമ്മൾ ഉണ്ടായപ്പോൾ. അതായത് യഥാർത്ഥമായി സോളിന് നിത്യരാജ്യം അക്സസ് ചെയ്യാൻ വേണ്ടി അത്ര പ്യുവർ ആയിരുന്നു. പക്ഷെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മുടെ സ്പിരിറ്റിനെ ഈ ദുഷ്ടപിശാച് അക്സസ് ചെയ്ത് നമ്മുടെ സോളിനെ മാലിന്യമാക്കി, അതിനകത്തെ ഹൃദയത്തെ പലപ്പോഴും പല കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിനകത്ത് പല ദുർനിക്ഷേപങ്ങളും ഇട്ട് വളരെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ സാത്താൻ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തില്, അതായത് നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചതുപോലെ ആ വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയാക്കി. വളരെയധികം അഴുക്ക് സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മളെ നിത്യ നരകാഗ്നിക്ക് ക്വാളിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സാത്താൻ. സാത്താന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ മറക്കരുത്. അതുപോലെ ദൈവത്തിന്റെ ഇഷ്ടവും നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ സാത്താന്റെ ടാർഗറ്റ് നമ്മുടെ സോളാണ്. ഹല്ലേലൂയ. സോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവമേ, ഞാൻ എൻ്റെ സ്പിരിറ്റിനെ അങ്ങയുടെ സന്നിധിയിലിടുക. അതെന്തിനാണെന്നറിയാവോ? അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത അടുത്ത പോയിന്റിലൂടെ നമ്മൾ പോവാം. എനിക്കൊരു സോളാണ്. ഈ സോള് അങ്ങയുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ അങ്ങയുടെ പർപ്പസിന്, അങ്ങയുടെ ആ ഹോളിനെസ്സിനും ആ നിത്യതയ്ക്കും സൂട്ടബിൾ ആക്കി തീർക്കണമേ എന്നൊരു പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ഇന്ന് മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം അതാ. ബാക്കി നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായി യേശു നമ്മളെ പഠിപ്പിച്ചായിരുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ദൈവത്തിൻ്റെതായ സിസ്റ്റം, നമ്മുടെ അല്ല, ആക്ച്വലി നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. നമുക്കതിനത് ചെയ്യാം, അതിന് അങ്ങോട്ട് പോകേണ്ടതുണ്ട്, ചെയ്തേ പറ്റൂ. പക്ഷെ അതിനു മുമ്പായിട്ട് ദൈവം എന്നോട് വളരെ ശക്തമായി ഓർപ്പിച്ചൊരു കാര്യമാണ്, നമ്മുടെ സോള് പ്രിപ്പയർഡ് ആണോ? അല്ലെങ്കിൽ ഈ സോളിനകത്ത് ഈ ദുഷ്ടപിശാച് ഇട്ടേക്കുന്ന പലവിധമായ മാലിന്യം വെച്ച് അത് നിത്യാഗ്നിക്ക്, നിത്യനരകത്തിനാണോ അത് ഇപ്പോഴാ അതിന്റെ സ്റ്റാറ്റസ്? അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി ആ ഒരു പ്രാർത്ഥന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മളിൽ നിന്ന് പോകണം. അത് ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്, അല്ലെങ്കിൽ ആ ആത്മാവിന്റെ ആ സിസ്റ്റം വളരെ വ്യക്തമായി ശക്തമായി ഇടപെടുകയും ചെയ്തു. നമ്മൾ ഈ ഒരു കാര്യം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്നാണെന്നറിയാം. ഏറ്റവും വലിയ ഇഷ്ടം ഈ ഹല്ലേലൂയ നമുക്ക് ആ നിത്യത കിട്ടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും അവന്റെ ആ സ്നേഹിതന്മാരെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോളിനെ പ്യുവറാക്കി, സോളിനെ മാത്രമല്ല, നമ്മൾ ഈ സോള് പ്യുവർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബോഡി, സോള്, സ്പിരിറ്റ് അത് പ്യുവറായ സിസ്റ്റമാണ്.
ബ്ലെയിംലെസ് ആയിട്ട് ഇരിക്കേണ്ട സിസ്റ്റമാണ്. ഹല്ലേലൂയ. അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത്, ഈ വചന സത്യം കേൾക്കുമ്പോൾ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുക്കല. സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ദുർനിക്ഷേപങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ ദുർനിക്ഷേപം മാറേണ്ടതുണ്ട്. നമ്മൾ യഥാർത്ഥമായി പ്യുവർ ആകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇംപ്യുവർ ആണ്. പല പ്രശ്നങ്ങൾ സാത്താൻ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഹൃദയത്തിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മളെ മലിനമാക്കിയിട്ടുണ്ട്. അപ്പോ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കാര്യം ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് ദൈവം എന്നെ പഠിപ്പിച്ചതും ഓർപ്പിച്ചതുമായ കാര്യം, നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ താല്പര്യമില്ലെങ്കിൽ, ഇതല്ല നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എങ്കിൽ, സോറി, നമുക്ക് ഈ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ദൈവം അത് എന്തെങ്കിലും രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാര്യത്തിന് വളരെ ശ്രദ്ധയുള്ളവരായി. ദൈവം ദൈവത്തിന്റെ പദ്ധതി ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ആകണമെങ്കിൽ നമ്മുടെ ഈ സോൾ സിസ്റ്റം സാത്താൻ എന്ത് ടാർഗറ്റ് ചെയ്യുന്നോ ആ കാര്യം, ഹല്ലേലൂയ, വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവമേ, എൻ്റെ ഇത്രയും നാളത്തെ ലൈഫിൽ എൻ്റെ ഈ സോളിൽ, എൻ്റെ ഹൃദയത്തിൽ പലവിധമായ ബാഡ് തിങ്സ് സാത്താൻ ഡെപ്പോസിറ്റ് ചെയ്യും. എൻ്റെ ഇമോഷനെ, എൻ്റെ പലവിധമായ മേഖലകളെ, മണ്ഡലങ്ങളെ സാത്താൻ സ്വാധീനിക്കുകയും അത് വളരെ അധികമായിട്ട് മലിനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് സാത്താന്റെ എല്ലാ ബാഡ് തിങ്സും എല്ലാം ഉള്ള അവസ്ഥയിൽ നിന്ന് ദൈവമേ, എൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ഓരോരുത്തരുടെയും അൾട്ടിമേറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ്, ഈ കാര്യം കറക്റ്റ് ആകണം എന്നുള്ളൊരു താല്പര്യത്തോടൊരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് പുറപ്പെടണം, റിക്വസ്റ്റ് നമ്മളിൽ നിന്ന് പുറപ്പെടണം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അത് അപേക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ദുഷ്ടന്റെ പല ടാക്ടിക്സ്, തന്ത്രങ്ങളൊക്കെ പഠിച്ചു. ഈ സാത്താൻ എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് അറിയാവോ? ജസ്റ്റ് ഈ സോളിനെ പിടിച്ചെടുക്കാൻ, ആ സോളിനെ ആ രക്ഷയിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ. സാത്താന്റെ മൊത്തം കാര്യങ്ങൾ എല്ലാം ഈ പറഞ്ഞ, നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഈ കാണിക്കുന്ന, നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്ന സകല പ്രലോഭനങ്ങളും, സകല പാപങ്ങളും, സകല ഈ ലോകസ്നേഹങ്ങളിലും ഒക്കെ എല്ലാത്തിൻ്റെയും പുറകിലുള്ള മുഴുവൻ സാത്താനിക ഒബ്ജക്റ്റീവും ഈ സോളാണ്. ആ സോളിനെ അവന്റെ കൂട്ടത്തിൽ കൂട്ടണം, അതിന് രക്ഷ കൊടുക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടായിരിക്കണം. അല്ലേ? നമ്മൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം, ഹല്ലേലൂയ, ഈ സോള് പ്യുവറായി, അതിനകത്തെ ബ്ലാക്ക് ഡോട്ട്സ്, ഈവിൾ ഡെപ്പോസിഷൻ മുഴുവൻ മാറി നല്ല ഡെപ്പോസിഷൻ, യേശുവിന്റെ സ്വഭാവം വന്ന്, യേശുവിന്റെ സ്വഭാവം വരണമെങ്കിൽ ആ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, ഹല്ലേലൂയ, നമ്മളിൽ വസിച്ചേ തീരൂ. അവൻ നമ്മളിൽ വസിക്കണം. ഹല്ലേലൂയ. അവൻ നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവനിൽ വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. നമ്മൊന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോ എവിടെയാ? നമ്മുടെ സ്റ്റാറ്റസ് എന്താ? നമ്മൾ ജനിച്ചപ്പം മുതല്, നമ്മൾ വളർന്ന മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ മുതല്, നമ്മൾ കമക്രോസ് ചെയ്ത എല്ലാ മേഖലകളിലും ഈ സാത്താൻ പലവിധമായ പ്രലോഭനങ്ങളും, പാപത്തിൻ്റെതായ, ലോകത്തിൻ്റെതായ, ജഡത്തിൻ്റെതായ പലവിധമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇട്ട് വന്ന്, ഹല്ലേലൂയ,
അതിൻ്റെ ഒക്കെ ഒബ്ജക്റ്റീവ്. അപ്പൊ അത് ചെയ്യുന്ന ഒരു സിസ്റ്റം മനസ്സിലാക്കുക. ഈ പറഞ്ഞ ലോകത്തിന്റെ മോഹങ്ങള്, അതുപോലത്തെ ജഡത്തിന്റെ മോഹങ്ങള്, ഈ ബാക്കിയുള്ള എല്ലാ മലിനതകളും ആദ്യം നമ്മളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തണം. ഇഷ്ടപ്പെടുത്തിയിട്ടാണ് അത് നമ്മളിൽ ദുർനിക്ഷേപമായി സാത്താൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി സാത്താൻ ചെയ്യുന്ന സിസ്റ്റം നമ്മൾ മനസ്സിലാക്കുക. സാത്താൻ ഈ സ്പിരിറ്റിനെ, നമ്മുടെ സ്പിരിറ്റിനെ അറിയാതെ സാത്താന്റെ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ വലിച്ചു വരും. എന്നിട്ട് സാത്താൻ്റെതായ സ്പിരിറ്റിനെ നമ്മുടെ ഉള്ളിലോട്ട് വെക്കും. സാത്താന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആ സദൃശവാക്യം 16:2 അനുസരിച്ച്, അപ്പോൾ നമ്മുടെ സോളിനകത്ത് സാത്താന്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ സാത്താനിക സിസ്റ്റമാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാവില്ല. നമുക്ക് നമ്മുടെ ആ വഴി ചൊവ്വായി തോന്നും. അതായത് സാത്താന്റെ സ്പിരിറ്റ് പേറി നമ്മൾ ഈ ലോകത്തിന്റെ സാധനം കാണുമ്പോൾ അതിനകത്തോട്ട് ഭയങ്കര ആ ഒരു അഭിനിവേശം തോന്നും. നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും. ജഡത്തിനെ പുഷ്ടിപ്പെടുത്താൻ ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ടുവന്ന് അതിനകത്തൊക്കെ നമ്മൾ താല്പര്യത്തോടെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു അവസ്ഥയാണ് സാത്താൻ ചെയ്യുന്നത്. നമ്മളൊന്നും അറിയുന്നില്ല. അതിന്റെ ടെക്നിക്ക്, അതിന്റെ തിയോളജിക്കലും ഡീപ്പ് ആയിട്ടുള്ള വശമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലോട്ട് ഇൻവോൾവ് ചെയ്യുന്ന സാധനത്തിന്റെ സാത്താനിക സിസ്റ്റം മനസ്സിലാക്കുക. സാത്താന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലായി, നമ്മുടെ സ്പിരിറ്റ് സാത്താന സിസ്റ്റത്തിലായി, നമ്മൾ അതിനെയൊക്കെയും പുൽകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ആലിംഗനം ചെയ്യുന്നു. അത് ഭയങ്കരമായിട്ട് നമ്മൾ താല്പര്യത്തോടെ ചെയ്യുന്നു. സാത്താന്റെ ഒബ്ജക്റ്റീവ് എന്താ? നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിഷൻ എടുക്കുക. ഈ ഡെപ്പോസിഷൻ എടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെ കാര്യത്തിന്റെ ഒബ്ജക്റ്റീവ്, ഫൈനൽ ഒബ്ജക്റ്റീവ് എന്താ? ഈ സോള് നിത്യ നരകാഗ്നിക്ക് പ്രാപ്തമാകുക. സാത്താൻ നരകത്തിൽ കിടന്ന് അലറുമ്പോ നമ്മളും കൂടെ അലറുന്ന അവസ്ഥ. ഓ പ്രിയ ദൈവമക്കളെ, അത് മാറി. യേശു എന്തിനാ നമ്മളെ ഉള്ളിൽ നമ്മളെ സ്നേഹിച്ചു വരുന്നത്? ഇതൊക്കെ യേശു ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ യേശുവിന്റെ സ്നേഹം നിമിത്തം യേശു ഇപ്പൊ പറയാ, ആ സ്പിരിറ്റിനെ ഒന്ന് എനിക്ക് തരുവോ? ഓ ഹല്ലേലൂയ, യെസ്. എന്നിൽ വസിക്കാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളിൽ വസിക്കാം. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ. ഈ ഉള്ളിലെ ആ ഈവിളായിരിക്കുന്ന സാത്താന്യ സിസ്റ്റം മാറി യേശുവിന്റെ ആ പ്യൂറായ സിസ്റ്റം വരുമ്പോൾ, ഹല്ലേലൂയ, യേശുവിനോട് നമുക്കൊന്ന് ചോദിക്കാവോ? യേശുവേ, കഴിഞ്ഞ കാലങ്ങളില് ഞാൻ ഈ സാത്താൻ അടിമപ്പെട്ട് എൻ്റെ ഹൃദയത്തെ അവൻ മലിനമാക്കി, എന്നെ കൊണ്ട് ഒത്തിരി പാപം ചെയ്യിച്ച് നിത്യ നരകാഗ്നിക്ക് പ്രാപ്തനാക്കിയിട്ടുണ്ട്. അങ്ങയുടെ അൾട്ടിമേറ്റ് എയിം എൻ്റെ സോളിന്റെ രക്ഷയാ. എന്നെ ഇപ്പൊ ശുദ്ധീകരിച്ചു തരണമേ. ഓ ഹല്ലേലൂയ. ഇതിപ്പം വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ സോളിനെ ശുദ്ധീകരിച്ചു തരണമേ. എൻ്റെ ഹൃദയത്തിലെ സകല ദുർനിക്ഷേപങ്ങളെയും മാറ്റണമേ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വർഷങ്ങളായി ദുഷ്ടപിശാച് ഞങ്ങളെ വെറും ഒരു ബോധവുമില്ലാതെ പ്രലോഭിപ്പിച്ച് ദുഷ്ടപിശാചിന് സൂട്ടബിൾ ആക്കി കെട്ടിയ ഒരു അവസ്ഥയാണ് കർത്താവെ. വി നീഡ് ഡെലിവറൻസ്. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ യേശുവപ്പച്ച അതിനൊരു ഡെലിവറൻസ് വേണം കർത്താവെ. അങ്ങയുടെ വലിയ പദ്ധതികളൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ ആദ്യം ഈ കാര്യത്തിൽ പെർഫെക്റ്റ് ആവണ്ടേ കർത്താവെ. ഇപ്പോൾ തന്നെ കർത്താവെ പെർഫെക്റ്റ് ആകണം. നമ്മൾ ഇതിനെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാണണം. അതായത് നമ്മുടെ സോള് അത് മലിനപ്പെട്ട് അത് സാത്താന്റെ കസ്റ്റഡിയിലായിട്ട്, അല്ലെങ്കിൽ സാത്താൻ്റെതായ പല കണ്ടന്റും ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത്രയും നാൾ സാത്താൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു പോകാനുണ്ട്. നമ്മൾ ഇത്രയും നാൾ പാപപ്രവൃത്തി ചെയ്യുന്നതിന്റെ സിസ്റ്റം ഇതാണ്. സാത്താൻ
നമ്മുടെ ജീവിതത്തിൽ ജയം എടുത്തു. അവന്റെ ഒബ്ജക്റ്റീവിലോട്ട് നമ്മൾ ആയിപ്പോയി. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാവണം. നമുക്കതിൽ നിന്നൊരു വിടുതൽ വേണം. യഥാർത്ഥമായിട്ട് നമുക്കതിൽ നിന്ന് വിടുതൽ വേണം. ആ വിടുതൽ യേശുവിന് തരാൻ പറ്റും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തരാൻ പറ്റും. അതിന് നമ്മൾ നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. അങ്ങനെ സ്പിരിറ്റിനെ കൊടുത്ത മൊമെന്റിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ വന്ന് വസിച്ചാൽ നമ്മൾ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ഒത്തിരി ശരിയാവാനുണ്ട്. നമ്മുടെ ഈ സോൾ നിത്യനരകത്തിന് സൂട്ടബിളായി, നിത്യനരകത്തിന്റെ രീതിയിലോട്ട് പൊല്യൂട്ടഡ് ആയ അവസ്ഥയിൽ നിന്ന് യേശുവിനോട് കൂടെ വാഴുവാൻ പാകത്തിന് പ്യുവറായ അവസ്ഥയിലോട്ട് മാറേണ്ടതുണ്ട്. യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഡീവിൾ ഡെപ്പോസിഷൻ മാറണം, പോകണം. നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ആത്മാവും പ്രാണനും ഹല്ലേലൂയ, അതായത് നമ്മുടെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി ടോട്ടലി ബ്ലെയിംലെസ് ആകേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കുക എന്നുള്ള ഒന്നാമത്തെ ഘട്ടം. അതാണ് ദൈവം ഇപ്പോൾ നമ്മളോട് ചെയ്തു തരുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ദൈവം നോക്കും, നമുക്ക് താല്പര്യമുണ്ടോ, ശരിയാവാൻ താല്പര്യമുണ്ടോ. നമ്മുടെ മുമ്പിൽ ഒത്തിരി ദൈവം ടാസ്കും ഒത്തിരി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ടാസ്കിനേക്കാളും അതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ സമ്മറിയേക്കാളും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഈ ലോകം മൊത്തം നേടിയാലും, ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളായി തീർന്നാലും, ഈ നമ്മുടെ ഈ ഓരോരുത്തരുടെയും സോളിനോട് പോലും വരില്ല. അല്ലേ? അപ്പൊ ഏറ്റവും വിലയേറിയ സാധനത്തെ ആദ്യം ഒന്ന് കറക്റ്റാക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നമ്മുടെ താല്പര്യങ്ങളെ സ്വാധീനിക്കുന്നത് നമ്മുടെ സ്പിരിറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ എന്താണ് ഉള്ളിലിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ താല്പര്യം വരിക. അപ്പൊ ആ ഉള്ളിലിരിക്കുന്ന സാധനത്തെ ഏത് വേണമെന്ന് നമ്മൾ നിശ്ചയിക്കുക. നെവർ എവർ തിങ്ക് നമ്മുടെ താല്പര്യം ഐ ഹാവ് ദാറ്റ് മച്ച് വീക്ക്നെസ്, ഐ മച്ച് ദാറ്റ് മച്ച് അഫെക്ഷൻ ഓർ ദാറ്റ് മച്ച് പ്രോബ്ലം ടുവേഴ്സ് ദാറ്റ് പർട്ടിക്കുലർ തിങ്. അത് ആക്ച്വലി ട്രൂ ആണ്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി എന്ന് ആണ് ദൈവം ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതിന്റെ റൂട്ടാണ് പഠിപ്പിച്ചത്. അതൊരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടായതല്ല. നമ്മുടെ സ്പിരിറ്റിനെ അക്സസ് ചെയ്ത് സാത്താന്റെ ഇഷ്ടം നമ്മളിൽ അതിനോടൊരു ആദ്യ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ ആ സ്പിരിറ്റ് അതിന്റെ സിസ്റ്റം അതിന് താല്പര്യമുള്ളതൊക്കെ നമുക്ക് താല്പര്യമായിട്ട് വരും. അത് നമ്മുടെ ഇമോഷനായും അത് നമ്മുടെ സ്വഭാവമായും, അങ്ങനെയാണ് ഈ ലോകം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റിലോട്ടാണ് യേശു ഇറങ്ങി വരുന്നത്. അപ്പൊ യേശു പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഇത്ര മലിനമായി കിടന്നാലും, എത്ര മലിനമായ അവസ്ഥയിലാണെങ്കിലും, എത്ര റോങ് ചിന്താഗതിയാണെങ്കിലും, എത്ര വലിയ അഡിക്ഷനോ അഫെക്ഷനോ എന്ത് രീതിയാണെങ്കിലും ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും. ആ ദൈവത്തിന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് പടിയാ. നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ സ്പിരിറ്റിനെ യേശുവിൻ്റെ ലോട്ട് ആദ്യം കൊടുക്കുക, ശരിക്കും കൊടുക്കുക. നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈ സോൾ ശരിക്കും ഒന്ന് രക്ഷപ്പെടണം. ഇത്രയും നാള് എന്നെ അടിമയാക്കി ഞാൻ മരിച്ച നരകത്തിന് പ്രാപ്തമാക്കി വെച്ച ദുഷ്ടപിശാചിന്റെ പദ്ധതി ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. യേശുവിൻ്റെ അതിൽ ഞാൻ സ്റ്റോപ്പ് ഇടുന്നു. പകരം ഹല്ലേലൂയ, ഞാൻ എൻ്റെ
ലൈഫിനെ യേശുവിൻ്റെലോട്ട് കൊടുക്കുക. മത്തായി സുവിശേഷത്തിലെ ആ 16-ാം അധ്യായത്തില് ആ പത്രോസുമായിട്ടുള്ള കോൺവെർസേഷന് ശേഷം യേശു ഇക്കാര്യം വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിത് വളരെ ആഴത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു സത്യമാണ്. നമ്മളിതൊന്നും അറിയാതെ നമുക്ക് ഇന്ന താല്പര്യമുണ്ട്, ഇന്ന ബലഹീനത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് ഈ ബലഹീനത? എങ്ങനെ ഈ ബലഹീനത വന്നു? എന്താണ് അതിന്റെ പുറകിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് സത്യം, എന്താണ് ദൈവിക സിസ്റ്റം, എന്താണ് സാത്താനിക് സിസ്റ്റം, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ബലഹീനതയും വെച്ചുകൊണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന, സത്യം പറഞ്ഞു തരുന്ന സമയമാണിത്. Then you can decide if you want to proceed with satanic interest and satanic tactics and his deception, proceed and finally end up in eternal death. But if you want a total change, a corrective measures, for what purpose even God has created the entire humankind. Hallelujah. ദൈവം ജയിക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. ഈ ജയം എന്ന് പറഞ്ഞ സിസ്റ്റം ഇതാണ്. ഈ ലോകത്തിലെ മൊത്തം ഇതുപോലത്തെ സാത്താനിക സിസ്റ്റം ഒക്കെ ദൈവം തന്നെ വെച്ചേക്കുന്നതാ. പക്ഷെ അതിൽ നിന്ന് ജയിക്കാൻ പറ്റും. ദൈവത്തിന്റെ ഒരു ട്രൂ ഒരു ലൈഫ്, അല്ലെങ്കിൽ ഈ പാപത്തിൽ പോയി കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അതിൽ നിന്ന് മാറ്റാൻ ഒരു സിസ്റ്റമാണ് യേശുവിന്റെ സിസ്റ്റം. അത് നമുക്ക് ദൈവം സെലക്റ്റഡ് ആയ വ്യക്തികൾക്ക് അത് മനസ്സിലാക്കി നമുക്ക് യേശുവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ യേശുവിന്റെ ആ സിസ്റ്റത്തിൽ നമുക്ക് വരാൻ പറ്റും. യേശു നമ്മളെ സഹായിക്കും, യേശുവിന് അത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ യേശുവിനെ അനുവദിക്കണം. അനുവദിച്ചാൽ അത് ഉറപ്പായിട്ടും പറ്റും. അതുകൊണ്ടാണ് യേശു ആ പത്രോസിനെ ശാസിച്ച ആ രീതി ഒന്ന് ആലോചിച്ച് നോക്കി. പത്രോസിന് മനസ്സിലായി യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. അതായത് കുറച്ചുകൂടെ വളരെ ആഴത്തിൽ പറഞ്ഞാൽ പത്രോസിന് മനസ്സിലായി പത്രോസിനെ രക്ഷിക്കാൻ പറ്റുന്ന ആളായി നിൽക്കണം. ആ രക്ഷിക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി യേശുവിന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. യേശു തന്ന ഏറ്റവും വലിയൊരു സാധനമാണ് ഒരു ചാവി തന്നു, കുറച്ച് അധികാരം തന്നു. ഈ സാത്താന്റെ പല സാധനം ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ സാത്താൻ എപ്പം വേണമെങ്കിൽ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പലതൊക്കെ ചെയ്യാം. പക്ഷെ യേശു അതുകൊണ്ടാണ് ഒരു താക്കോല് തന്നെ. ഇനി നമ്മൾ തീരുമാനിക്കും. കാരണം യേശുവിന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്, അധികാരവും നമ്മുടെ വഴിയിലുണ്ട്. സാത്താനെ നോ വേ, ഇത്രയും നാൾ ഞാൻ മണ്ടനായിട്ട് നിന്റെ താളത്തിനനുസരിച്ച് തുള്ളി നടന്നു, ഇനി പറ്റില്ല. I am devoting my life for the eternal salvation of my soul. I am devoting my life to Jesus and he is my യേശുവാണ് എൻ്റെ ഇടയൻ. അവന് അറിയാം എങ്ങനെ രക്ഷിക്കുന്ന, അവനെ അറിയാം. ഞാൻ മൊത്തം യേശുവിന് വേണ്ടി ഞാൻ കൊടുത്തേക്കുക. അപ്പൊ സാത്താൻ ഓരോ ചിന്ത വരുമ്പോ യേശുവിന്റെ നാമത്തെ ഐ എം സ്റ്റോപ്പിങ് യു, ഐ എം സ്റ്റോപ്പിങ് യു, ഐ എം നോട്ട് അലോവിങ് ടു ഗോ ഫോർവേഡ് എന്ന് നമ്മൾ സാത്താനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അധികാരം നൽകുന്നത്, താക്കോൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ സാത്താൻ ഓൾറെഡി നമ്മുടെ ഈ പറഞ്ഞ സോളിനെ പൂട്ടാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായിട്ടോ പലവിധമായ പ്രശ്നങ്ങളായിട്ടോ അന്ധകാര ശക്തിയായിട്ടോ ഓൾറെഡി പുള്ളി പല സാധനം ഇട്ടിട്ടുണ്ടാവും. ചില സാധനങ്ങളെയൊക്കെ നമ്മൾ അഴിച്ചു കളയേണ്ടതുണ്ട്. അതിനും ദൈവം പവർ തന്നിട്ടുണ്ട്, താക്കോൽ തന്നിട്ടുണ്ട്. അടിക്കാനുള്ള അധികാരം, സാത്താനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം. ഇനി അതൊന്നും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇതൊക്കെ വലിയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ശാപങ്ങളുടെ കാര്യങ്ങളും പല ബ്രാക്കറ്റ് പീരീഡിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഭയങ്കര പാപം വന്നിട്ട് പ്രവാസത്തിൽ പോയ കാര്യവും ഒക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ആ പ്രാർത്ഥനയുടെ വാചകം ഒന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ യേശു പഠിപ്പിച്ച യേശുവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ പെന്തക്കോസ്തുകാർ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമുക്ക്
അത് ശരിക്കും ഒന്ന് പെർസീവ് ചെയ്തിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. അതിനകത്തെ പ്രത്യേകിച്ച് ആ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഒറ്റ വാക്കേ ഉള്ളൂ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കണമേ. അപ്പൊ ഈ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. കാരണം എൻ്റെ സോൾ ആണ് ദുഷ്ടന്റെ ടാർഗറ്റ്. ആ സോൾ യേശുവെ എന്നെ രക്ഷിച്ചേ പറ്റൂ. ആ പ്രാർത്ഥനയിൽ തന്നെ ഒരു ഇതുണ്ട്, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ ഈ സോളിനെ ഹല്ലേലൂയ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ സോളിനെ, മാത്രമല്ല അങ്ങ് എന്നെ കുറിച്ച് ഉദ്ദേശിച്ച സകല കാര്യങ്ങളെയും. ആ ഇഷ്ടം എന്ന് പ്രാർത്ഥന സോ ഡീപ്പ്. ആക്ച്വലി ആ പ്രാർത്ഥന ഭയങ്കര ഡീപ്പാ. അതിന് ആ പിതാവിന്റെ ഇഷ്ടം അങ്ങനെ തന്നെ ഈ ഭൂമിയിലാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നമ്മളുമായി ബന്ധപ്പെട്ട സകല വിഷയവും ഈ അലൈനാവുകയാണ് ദൈവത്തിന്റെ സിസ്റ്റവുമായിട്ട്. ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ നമ്മൾ അധികാരം കൊടുക്കുക. അപ്പൊ സാത്താൻ ഇങ്ങനെ ഓരോ ബാക്കിലും പിൻവാതിലും പല രീതിയിലും ശ്രമിച്ച് ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നതിനൊക്കെ യേശു തട്ടി മാറ്റുകയാണ് ആ ഒറ്റ പ്രാർത്ഥനയിൽ. പക്ഷേ ഇറ്റ് ഷുഡ് പ്രൊസീഡ് ഫ്രം അവർ സൈഡ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഈ നാമധേയ ഈ ക്രിസ്ത്യാനി വിഭാഗങ്ങൾ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രത്തോളം അതിൽ ആഴത്തിൽ അതിനെ പെർസീവ് ചെയ്തിട്ടാ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ അത് അങ്ങനെ യഥാർത്ഥമായി പെർസീവ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് വിടുതലുണ്ട്. നമുക്ക് അത് ശരിക്കും പറയാൻ നമ്മളും പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. കാരണം അതെല്ലാം ഉൾക്കൊണ്ടിരിക്കുക ആ പ്രാർത്ഥനയിൽ. ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും നാൾ പഠിച്ച സാധനത്തിനൊക്കെ അതിന്റെ ഡീപ്പ്, അതിന്റെ ഓരോ കാര്യം എന്താ നടക്കണേന്നാണ് പഠിച്ചത്. പക്ഷെ ആ ഒറ്റ പ്രാർത്ഥനയിൽ നമ്മൾ വെന്നെവർ യു പ്രേ ഹല്ലേലൂയ, ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കണമേ ദൈവമേ. അതായത് സാത്താന്റെ ഉദ്ദേശം എന്റെ സോളിനെ നശിപ്പിക്കാനാണ്. അതിനുവേണ്ടി അവൻ പല ടാക്ടിക്സും അവൻ ചെയ്യുമായിരിക്കാം. അതിന് പല രീതിയുണ്ട്. പാപത്തിൽ അഴകപ്പെടുത്താം, ശാപമോ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളോ ഓരോ കാര്യങ്ങളോ വലകളോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ദ മൊമെന്റ് വി പ്രേ, പരീക്ഷയിൽ അകപ്പെടുത്താതെ യേശുവേ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആ സർവ നാമത്തിനും മേലായ സകല ആ ദൈവമാണ് ഏറ്റവും ഉന്നതമെന്ന് അവിടുത്തെ രാജ്യം വരണമേ. ആ ദൈവത്തിന്റെ പർപ്പസിലോട്ട് റെഡിയായ സോളുമായിട്ട് ഞാൻ ഇരിക്കുക, അവിടുത്തെ രാജ്യം വരണമേ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ദൈവത്തിന്റെ പ്ലാനും നമ്മുടെ പ്ലാനും സംയോജിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. ഹല്ലേലൂയ. അവിടുത്തെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ യെസ് ഐ ആം റെഡി. ഹല്ലേലൂയ. യെസ് എന്നെയും ചേർത്ത് കൊള്ളണമേ എന്നുള്ളൊരു സിസ്റ്റമാണ് അവിടെ വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. അത് സർവ നിത്യരാജ്യത്വമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതായത് എനിക്ക് തോന്നണം ഈ യേശുവിന്, യെസ് ഹല്ലേലൂയ, ഈ നാമത്തിന് ഈ പറഞ്ഞ സകല ഡിസെപ്ഷനിൽ നിന്നും, സാത്താനിക ഡിസെപ്ഷനിൽ നിന്നും വിടുവിച്ച് എന്നെയും രക്ഷിച്ച് എൻ്റെ മണ്ഡലങ്ങളെ രക്ഷിച്ച് ഈ ലോകത്തെ രക്ഷിക്കാൻ ശക്തമായ നാമമാണ് യേശുവിൻ്റെ നാമം എന്ന് നമ്മൾ ഹല്ലേലൂയ പറയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മൾ ഇതിനെ ഭയങ്കരമായിട്ട് എടുക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ. അപ്പൊ ആ പ്രാർത്ഥനയിൽ ഒരു ചെറിയ കാര്യമാണ് ഹല്ലേലൂയ, അന്നന്നത്തേക്കുള്ള ആഹാരം നൽകണം. അതായത് നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിനെ സംബന്ധിച്ച് സിമ്പിളാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ദൈവം പഠിപ്പിച്ചത്, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ദൈവം ഈസി ആയിട്ട് ചെയ്തു തരും. പക്ഷെ ഈ ഒരു കാര്യങ്ങളാണ് പ്രൈമറി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയവന് ദൈവം അതൊക്കെ വെറും ഫടപടാൻ ചെയ്തു കൊടുക്കും. കാരണം വെച്ചാൽ ദൈവത്തിന് അറിയാം നമ്മുടെ ഫോക്കസ്, നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആവണം. അല്ലെങ്കിൽ നമുക്ക് ഓരോ സാധനം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് മതിമറന്ന് അങ്ങനെ അങ്ങ് പോകും. അല്ലേ? പക്ഷേ ദൈവത്തിന്റെ ഇതൊരു ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, ശരിക്കും നോളജ് സിസ്റ്റമാണ്. ആ നോളജ് സിസ്റ്റം അത് കറക്റ്റായി തീരുന്നുവെങ്കിൽ നമുക്ക് ഹല്ലേലൂയ യഥാർത്ഥമായി ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറുന്നത് കാണാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും
ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ട്രൂത്ത്, നമ്മുടെ നിത്യജീവൻ എന്ന ട്രൂത്ത്, ഈ സോളിനെ പ്യുവറാക്കുന്ന അല്ലെങ്കിൽ പ്യുവറായ യഥാർത്ഥമായി യേശുവിന് അനുയോജ്യമായ അനുരൂപമായ ആ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള സകല കാര്യങ്ങളെ തട്ടിമാറ്റി ദൈവം പറഞ്ഞ കാര്യങ്ങളെ ഒരു സെർവന്റ്, ഒരു അല്ലെങ്കിൽ ഒരു 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 സെർവന്റ് അല്ലെങ്കിൽ ഒരു ആട് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാനുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ എങ്ങനെയാ പോണേ? നമുക്ക് എന്തെങ്കിലും ഭൂമിയിലെ ഭൗതികമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ശ്രദ്ധയും അതെങ്ങനെയെങ്കിലും കിട്ടണം, അതെങ്ങനെയെങ്കിലും അതൊക്കെ സാത്താന്റെ ഡിസെപ്റ്റീവ് തിങ്കിങ് ആണ്. ഓഫ് കോഴ്സ് അത് കിട്ടും. അതൊന്നും സാത്താന്റെ ഔദാര്യമൊന്നുമല്ല. അത് എൻ്റെ അപ്പൻ എന്താ ചെയ്യും, ജസ്റ്റ് ലിസൺ ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. അതുകൊണ്ടല്ലേ ആ ശിഷ്യന്മാരോട് യേശു വളരെ സ്പെസിഫിക്കലി വളരെ ഡീപ്പായിട്ടാണ് പറയുന്നത്, വളരെ കൂളായിട്ട് കാമായിട്ട്. അതായത് നിങ്ങൾ ചെന്ന് അവിടെ ഗ്രാമത്തോട് അടുക്കുമ്പോൾ ഒരു തള്ളയോട് കൂടി കെട്ടിയ ഒരു കഴുതക്കുട്ടിയെ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും അത് എന്തിനാ ചോദിച്ചാൽ യജമാനൻ അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ആ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. കഴുതക്കുട്ടിയെ കിട്ടി, മാളിക മുറിയെ അറേഞ്ച് ചെയ്തത്. യേശുവിന് എല്ലാം അറിയാം. ഹി നോസ് എവരിതിങ്. നമ്മൾ എവിടെ പൈസയ്ക്ക് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ടെക്നോളജി ഉപയോഗിക്കണം, എന്ത് ഏത് രീതിയിൽ, ഏത് ഓപ്പറേഷണൽ രീതിയിൽ, ഏത് ടാറ്റിക്സ് ഉപയോഗിക്കണം, എന്ത് മാർക്കറ്റിംഗ് ചെയ്യണം, എല്ലാം യേശുവിന് അറിയാം. പക്ഷെ അതിലൊക്കെ ഉപരിയാ നമ്മുടെ ഈ സോളിന്റെ ആ ഒരു സെക്യൂരിറ്റി, നമ്മളത് പെർഫെക്റ്റ് ആണെങ്കിൽ മറ്റൊന്നും എത്രയോ എന്ത് വലിയ കാര്യം തരാനും ദൈവത്തിന് അത് സിമ്പിളാണ്. അപ്പൊ സാത്താൻ പലപ്പോഴും സാത്താന്റെ ഒരു പരിപാടി എല്ലാ കാര്യത്തിലും അവൻ മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളെ വേറെ പല രീതിയിൽ നമ്മളെ ചതിച്ച് സാത്താന്റെ സാധനം നമ്മുടെ ഉള്ളിൽ കയറ്റി അവന്റെ താല്പര്യം നമ്മുടെ താല്പര്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. സമ്മതിക്കരുത്, ഇനി സമ്മതിക്കരുത്. നമുക്ക് സത്യം മനസ്സിലായി, സ്പിരിറ്റിനെ യേശുവിൻ്റെ കൊടുക്കുക, അന്ധകാര ശക്തിയെ സ്റ്റോപ്പ് ചെയ്യുക, നമുക്ക് യഥാർത്ഥമായി മുന്നോട്ട് പോകുവാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിനി തിരിഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലോട്ടൊക്കെ നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ചാൽ, അപ്പൊ യേശുവിന് ശരിക്കും നമ്മുടെ സോളിനെ ഒന്ന് പ്യൂർ ആക്കാനാണ് ഉദ്ദേശം. അപ്പൊ യേശുവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പയ്യെ നമ്മളോട് സംസാരിച്ചു തുടങ്ങും. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ആവശ്യം, നമ്മൾ ശരിക്കും ഈ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ സോൾ ഓൾറെഡി പൊല്യൂട്ടഡ് ആണ്, പ്രശ്നമുണ്ട്, അതൊക്കെ ശുദ്ധീകരിക്കാനുണ്ട്, യേശുവിന് നമ്മളെ കൊണ്ട് പല ആവശ്യമുണ്ട്, അതൊക്കെ ചെയ്യാനുള്ളതാണ് എന്നൊക്കെയുള്ള ആശയം നമ്മളുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിന് അറിയാം. നമ്മുടെ ആ അറിവും ദൈവത്തിന്റെ അറിവും അലൈനാവുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാതെ നമ്മുടെ കൂടുതൽ ചിന്താഗതിയും സാത്താനികമായ സ്പിരിറ്റ് നമ്മളെ ഇൻഡ്യൂസ് ചെയ്ത് അപ്ഡക്റ്റ് ചെയ്തും എംബഡാക്കിയും സാത്താന്റെ താല്പര്യമാണ് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്നെ ശാസിക്കുന്നു, പരിപൂർണമായി ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഈ സാത്താൻ ഇരിക്കുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം വരില്ല. കാരണം നമ്മുടെ ഈ പറഞ്ഞ ആഗ്രഹം തന്നെ ദൈവത്തിന് എഗൻസ്റ്റ് ആയിരിക്കും. ഇത് അലൈൻഡ് ആകുമ്പോൾ യേശുവിന്റെ സ്പിരിറ്റാ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കുന്നത് യേശു ആകുകയും നമ്മളെ കറക്റ്റ് ചെയ്യുകയും നമ്മളെ യേശുവിന്റെ നിത്യരാജ്യത്തിന് അനുരൂപമാക്കുകയും ആ പോണ പോക്കിൽ ദൈവത്തിന്റെ വഴികളെ, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളെ മൊത്തം അക്കോംപ്ലിഷ് ചെയ്യിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് യേശുവിന്റെ സിസ്റ്റം. അപ്പൊ അതിനു വേണ്ടി ആ ഒരു വലിയ മാസ്റ്റർ പ്ലാനിൽ നമ്മുടെ സ്പിരിറ്റ് അലൈൻഡ് ആയിട്ട് വരുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള ഇഷ്ടമായി വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഇഷ്ടത്തിൽ ഒരു പ്രൈമറി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി യേശുവിന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരായി, ശരിക്കും റിയൽ ജെന്യൂൻ ലവ് ഉള്ളവരായിരിക്കും. അതേതെങ്കിലും ഒരു ഫ്ലഷി ലവ് അല്ല, അല്ലെങ്കിൽ സാത്താൻ ഇൻഡ്യൂസ് ചെയ്ത അത് റോങ് മോട്ടീവായിട്ടുള്ള ലവ് അല്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് പ്രത്യേകമായി തോന്നുന്ന ലവല്ല. പക്ഷെ യഥാർത്ഥമായ പ്യുവറായുള്ള ദൈവസ്നേഹം നമ്മൾ നമുക്ക് ആ ഉള്ളീന്ന് വരും. ആ ദൈവസ്നേഹം എല്ലാ മനുഷ്യരും ഇതുപോലെ അവനറിയാം. കാരണം ഈ മനുഷ്യര് അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ സാത്താനിട്ട് അതിനെ ഡാർക്കാക്കി അവനെ പൊല്യൂട്ടഡാക്കി നിത്യ നരകത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു വ്യക്തി ജീവിതത്തെ യേശു വന്ന് അവനെ മുഴുവൻ പ്യുവറാക്കി അവൻ്റെ ഹൃദയത്തിലെ സകല നിക്ഷേപങ്ങളെയും മാറ്റി നല്ല നിക്ഷേപം കൊണ്ടുവന്ന് നിത്യരാജ്യത്തിന് അനുരൂപമാക്കി മാറ്റാൻ പറ്റും എന്ന് അറിയുന്ന ഒരു ശിഷ്യനായി ഹല്ലേലൂയ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. ക്യാൻ യു ഇമാജിൻ ദാറ്റ് സോർട്ട് ഓഫ് ലവ്? അങ്ങനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാമോ? നമ്മൾ ഈ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള വ്യക്തി ജീവിതങ്ങളെ മുഴുവൻ സാത്താൻ ഡാർക്കാക്കി അവന്റെ നിത്യനാശത്തിന് അനുരൂപമാക്കി. അത് ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാം. നമ്മുടെ പാർട്ട്നേഴ്സ് പോലും അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും. ഈവൻ നമ്മൾ പോലും യെസാമേൻ ആ ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷേ യേശുവിനെ രക്ഷിക്കാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് പടി നമ്മുടെ സ്പിരിറ്റ് യേശുവിന് കൊടുക്കാനാണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് വളരെ പറഞ്ഞൊരു കേസാണ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ അതിശക്തമായി എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന് എല്ലാ കാര്യം ചെയ്തു തരാൻ പറ്റും. പക്ഷേ ഒരുവൻ സർവ്വലോകവും നേടിയാലും ഈ സോൾ അത് ഡാർക്കായി ആ ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് നിത്യനാശത്തിൽ പോയാൽ എന്ത് ഗുണം? നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോൾ എത്തേണ്ട ആ നിത്യരാജ്യത്ത്, ആ നിത്യഭവനത്ത്, ആ നിത്യസമാധാനത്തിൽ യേശുവിലായിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശരിക്കും ഒന്ന് ഇറ്റ്സ് അപ് ടു യു. നൗ ഐ തിങ്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എവിടെയാണ്? ഇത് കേവലം ഒരു പെരിഫറൽ ആയിട്ടോ ഏതെങ്കിലും ഒരു ടെമ്പററി റിലീഫിനുള്ള മെസ്സേജ് ഒന്നും അല്ല. ദിസ് ഈസ് ദ ഹ്യൂമൻ സിസ്റ്റം ആൻഡ് ഗോഡ്ലി സിസ്റ്റം. ഇത് രക്ഷയുടെ സുവിശേഷം. ഞാനീ പറഞ്ഞു യേശുവിന് രക്ഷിക്കാൻ പറ്റും. ഇതാണ് അതിന് സിസ്റ്റം. ആർ വി റെഡി? ആ രക്ഷ വേണോ? ശരിക്കും ഈ രക്ഷ വേണം. യേശുവിന് തരാൻ പറ്റും. അതിന് നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കൊരു ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ്. യേശുവെ, ഞാൻ എൻ്റെ സ്പിരിറ്റിനെ യേശുവെ അങ്ങയുടെ തരും. ഞാൻ ഇത്രയും നാൾ ആ സ്പിരിറ്റിനെ ഞാൻ അറിയാതെ അതിനെ തട്ടിയെടുത്ത് അവൻ്റെ പല സാധനങ്ങൾ ഉള്ളിൽ ഫീഡ് ചെയ്ത് എന്നെ പൊല്യൂട്ടഡ് ആക്കാവുന്നതിൻ്റെ മാക്സിമം പൊല്യൂട്ടഡ് ആക്കി, എന്നെ മുടിപ്പിക്കാവുന്നതിൻ്റെയും നശിപ്പിക്കാവുന്നതിൻ്റെ രീതിയിൽ അവൻ നശിപ്പിച്ച് നിത്യ നരകത്തിന് പ്രാപ്തമാക്കിയ അവസ്ഥയിലാണ്. അതിൻ്റെ ടോട്ടൽ റിവൈവൽ ആൻഡ് ടോട്ടൽ ചേഞ്ച്, റിസ്റ്റോർഡ് ബാക്ക് ടു ലൈക്ക് ദാറ്റ് ലിറ്റിൽ വൺ. ആ ഒരു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്നുള്ളതിൻ്റെ സുവിശേഷം ഞാനീ പറഞ്ഞത്. ഐ ഡോണ്ട് നോ വെദർ എനിക്ക് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ദിസ് ഈസ് ദ വേ. പണിയപ്പെടുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. ചിലപ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെ പോവുക എന്നുള്ളത് ഒരു പക്ഷെ കുറച്ച് ടഫാണ്. പക്ഷെ നമ്മളെ ഓരോരുത്തരെയും ഒരു വെപ്പണാക്കിയ ദൈവം വെച്ചേക്കാണ്. നമ്മൾ കമാൻഡ് ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിലെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ബാഡ് സ്വഭാവം, ബാഡ് നിശ്ചയം യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അത് പോകുന്നുണ്ട്. വിശ്വസിക്കുക. ഒരുപക്ഷെ അതൊരു വലിയ മല സമാനമാവുകയും അത്രയും വലുതാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഒരു പുക്ലിൻ പോലെ അല്ലെങ്കിൽ ഒരു JCB പോലത്തെ ഒരു ചെറിയൊരു വെപ്പണാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബട്ട് വെൻ എവർ വി കമാൻഡ്, ഓരോ കമാൻഡിലും ആ അന്ധകാര ശക്തി തകർന്നുകൊണ്ടിരിക്കുക. ആ ഓരോ കമാൻഡ് നമ്മുടെ വിശ്വാസവും നമ്മുടെ യേശുവിലുള്ള ഉറപ്പും യേശുവിൻ്റെ സിസ്റ്റത്തിലുള്ള ആ ഉറപ്പുമാണ് പ്രൊക്ലെയിം ചെയ്യുന്നത്. ആ ഓരോ പ്രാവശ്യം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ അതിനെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കുന്നു എന്ന് കമാൻഡ് ചെയ്യുമ്പോൾ, അന്ധകാര ശക്തി അവിടെ വർഷങ്ങളായി അവൻ നമ്മളെ
പൂട്ടി അവൻ നമ്മളെ അവന്റെ സിസ്റ്റത്തിലോട്ടാക്കി ആ നിത്യ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവൻ ഇട്ടേക്കുന്ന നിക്ഷേപം മൊത്തം തകർന്നു മാറുകയാണ്. യെസ്, ഹല്ലേലൂയ. ഇപ്പൊ ക്രിസ്ത്യൻ ലൈഫ് പരിശുദ്ധാത്മ വളരെ ശക്തമായി ഇടപെടുന്നുണ്ടോ? ആമേൻ. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞതാട്ടോ, അതിന് പ്യുവറാക്കാൻ പറ്റും. യേശു നമ്മുടെ ഉള്ളിൽ വസിച്ച് ആ ഉള്ളിലെ സകല നിക്ഷേപവും മാറ്റാൻ പറ്റും. എന്നിട്ട് യേശുവിന്റെ നിക്ഷേപം തരാൻ പറ്റും. എന്നിട്ട് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ. കാരണം ഈ കടക്കാരോട് ക്ഷമിക്കണമെങ്കിൽ ഈ ഉള്ളിൽ ഈ ബ്ലാക്ക് സാധനങ്ങൾ ഉണ്ടെങ്കിലൊന്നും ക്ഷമിക്കൽ നടക്കൂല. പക്ഷെ ഈ ബ്ലാക്ക് ഒക്കെ മാറി ദൈവത്തിൻ്റെതായ ഗുഡ് ഡെപ്പോസിഷൻ വന്നാൽ നമുക്ക് സ്നേഹമുള്ളവനായി മാറും. അപ്പൊ ഒരുത്തൻ ഒരു മിസ്റ്റേക്ക് ചെയ്താലും അത് പോട്ടെ, സാരമില്ല, അവൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ. കാരണം ഈവൻ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ദൈവം, അതായത് ഒരു വ്യക്തി അയാളുടെ അവസ്ഥ എന്താണെന്ന് ആത്മാവിൽ നമ്മൾക്ക് വിവേചിച്ചറിയാമെങ്കിൽ നമ്മൾ അവനോട് ഓട്ടോമാറ്റിക്കലി ക്ഷമിച്ചു പോകും. കാരണം അവൻ ഈ പറഞ്ഞ് ഡാർക്കിൽ കിടക്കുന്നവനും എല്ലാം അറിയാവോ. യേശു എന്തുകൊണ്ടാണ് നമ്മളോട് ക്ഷമിക്കണേ? സെയിം തിങ്. യേശുവിൻ്റെ ആ നോളജ്, യേശുവിൻ്റെ ആ സ്നേഹം, യേശുവിനെ എങ്ങനെയെങ്കിലും നമ്മൾ ബ്ലാക്കിലാണ്, ഈ അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എത്ര വലിയ പാപം ചെയ്തു, എത്ര വലിയ തെറ്റാ ചെയ്ത്, എത്ര ദുഷ്ടനാ നമ്മൾ. പക്ഷെ ദൈവം നോക്കണം അങ്ങനൊന്നുമല്ല. എന്തുകൊണ്ട് ഈ ദുഷ്ടതയായി, എന്താണ് അതിന്റെ പുറകിൽ നടന്ന സിസ്റ്റം, എങ്ങനെ ഇവൻ റിവൈവ് ആവും. അല്ലേ? ആ വചന ഞാനിന്ന് ശക്തമായി ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും പറയണത്. God can save. Jesus can save. This is the only method. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല. അപ്പൊ ഈ പിതാവ് ഡിസൈൻ ചെയ്തേക്കുന്ന ഈ സ്പിരിച്വൽ സിസ്റ്റമാണ്. സ്പിരിറ്റ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും സ്പിരിറ്റ് ഉണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ പോയെന്നാ പറയണേ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ പോയി എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങോട്ട് പോയി? അത് ഏത് മതക്കാരാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വേറെ ഏതെങ്കിലും ആശയത്തിലോ മത ഭാഗത്തിലോ പെട്ട വ്യക്തി ജീവിതങ്ങളാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ആ വ്യക്തി ജീവിതങ്ങളും ഈ ഒരു പദം ഉപയോഗിക്കും. അവൻ പോയി, ആള് പോയി. പക്ഷെ ആളവിടെ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ശരി, പോയത് അവന്റെ ആത്മാവും അവന്റെ സ്പിരിറ്റും അവന്റെ സോളുവാ. ബോഡി മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സഭാപ്രസംഗിയില് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പൊടി പൊടിയോട് ചേരും. മനുഷ്യൻ, അതായത് ആ സോൾ, അത് മനുഷ്യൻ സോളാണ്. ആ സോൾ അതിന്റെ വിശ്രാമ സ്ഥലത്തോട്ട്, അതിന്റെ ടാർഗറ്റഡ് ഏരിയയിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ഈ പറഞ്ഞ അവന് രക്ഷപ്പെടാൻ മാർഗമുണ്ടായിരുന്നു. ഈ സത്യസുവിശേഷം ഇങ്ങനെ, ഞാൻ ഈ പറഞ്ഞ ആ ദിസ് ഈസ് ദ വേ ടു സേവ് യുവർ സോൾ. യേശുവിനെ ഇങ്ങനെ ഏറ്റെടുക്കുകയും യേശുവിൽ വസിക്കുകയും ആ ദുഷ്ടസാത്താൻ ഇത്രയും നാൾ നമ്മൾ പ്രവർത്തിച്ചതൊക്കെ മാറി യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്താൽ നമ്മുടെ സോൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ദൈവനെ ഇത്രയും ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സുവിശേഷ പ്രസംഗമൊന്നും അല്ല. ഞാൻ ശരിക്കും ഡീപ്പായിട്ട് ദൈവത്തിന്റെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം വളരെ വ്യക്തമായി നമ്മളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. വ്യക്തമായി രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ സാത്താൻ നമ്മളെ പലപ്പോഴും മണ്ടന്മാരാക്കി, അവന്റെ ചതിമാർഗത്തിൽ പെട്ട് അവന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലായി. എന്നിട്ട് നമുക്ക് തോന്നുന്ന ഓരോ താല്പര്യങ്ങള് നമ്മുടെ താല്പര്യമെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ പല
സാത്താനിക താല്പര്യങ്ങളും ചെയ്തു കൂട്ടി നമ്മുടെ അക്കൗണ്ടിൽ പാപങ്ങൾ വന്ന്, ശാപങ്ങൾ വന്ന്, ബന്ധനങ്ങൾ വന്ന് നിത്യനാശത്തിന് പ്രാപ്തമായ അവസ്ഥയിൽ നിന്ന് യേശുവിന് നമ്മളെ തിരിച്ചുരുവെടുത്ത് രക്ഷിക്കാൻ പറ്റും. അതിന് യേശുവിന് നമ്മുടെ സോളിനെ, അല്ലെ നമ്മുടെ സ്പിരിറ്റിനെ കൊടുക്കുക. കൊടുത്തത് ജെന്യുവൻ ആയിട്ടാണെങ്കിൽ യേശു നമ്മളിൽ വന്ന് വസിക്കും. എന്നിട്ട് യേശുവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുക. ദൈവം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ എങ്ങനെ ജീവിക്കണം? എന്നെ സഹായിക്കണം, എന്നെ സത്യത്തിൽ നടത്തണം, അങ്ങേക്കിത് പറ്റുമല്ലോ. എൻ്റെ ഉള്ളിൽ ഒത്തിരി ദുർനിക്ഷേപവും, സാത്താൻ ഇത്രയും നാൾ എന്നെ കൺട്രോൾ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്നെ അതിൽ നിന്ന് മുഴുവൻ വിടുവിക്കണമേ എന്ന് ഏത് കാര്യവും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് ചെയ്ത് എനിക്ക് ചെയ്തു തരണമേ എന്ന് പറയും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ താല്പര്യം. ദൈവം അത് 1 by 1 ആയിട്ട് ചെയ്യാൻ തുടങ്ങും. ആ ദൈവം എന്നിട്ട് നമ്മൾ ആടുകളാവുന്ന നമ്മളെ ദൈവം നല്ല പാസ്റ്റേഴ്സിലോട്ട് നടത്തും, നല്ല മാർഗത്തിലോട്ട് നടത്തും. നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച സകല കാര്യങ്ങളും ചെയ്യിക്കുകയും നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരുകയും ചെയ്യും. നാം യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കുകയും ചെയ്യും. ഫോർ എവർ. ഇതാണ് ദൈവം നമ്മളോട് ഇന്ന് പറയുവാനുള്ളത്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേപ്പാ, ഞങ്ങൾ ഇത്രയും നാള് ഞങ്ങളുടെ ലൈഫിനെ നയിച്ചത് വളരെ തെറ്റായതും വളരെ ലക്ഷ്യമില്ലാതെയും സാത്താന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് വളരെ മൗഢ്യമായ രീതിയിലായിരുന്നു. സോൾ നാശത്തിന് സൂട്ടബിൾ ആകുന്ന രീതിയിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും സോളിനെ ദൈവമേ സ്പർശിക്കണമേ. ആത്മാവിൽ അവിടുന്ന് ഇടപെടണം. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. യഥാർത്ഥ പരിജ്ഞാനം കർത്താവെ കൊടുക്കണമേ. യഥാർത്ഥ രക്ഷ ഹല്ലേലൂയ പ്രകാശിപ്പിച്ച് ആ രക്ഷയിലോട്ട്, അപ്പൊ അങ്ങാകുന്ന രക്ഷയിലോട്ട് കർത്താവെ ഹല്ലേലൂയ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് കർത്താവെ മാടി വിളിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് വാതിലിൽ മുട്ടിയാൽ ഞങ്ങൾ തുറന്നാലാണല്ലോ, ഇത് അക്സെപ്റ്റ് ചെയ്താലാണല്ലോ. ദൈവമേ, എൻ്റെ ജീവിതത്തിലോട്ട് വരണമേ, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങടെ തരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമാണല്ലോ അങ്ങേക്ക് വരുവാൻ പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ യേശുപ്പിച്ച അടിയൻ്റെ ആത്മാവിനെ അങ്ങടെ തരും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ആത്മാവിനെ അങ്ങ് കർത്താവെ ഹല്ലേലൂയ ദൈവമേ അവർക്ക് പൂർണ്ണ മനസ്സോടെ അങ്ങയോട് ഹാൻഡ് ഓവർ ചെയ്യുവാൻ ഒരു താല്പര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങ് അവരിൽ വസിക്കണമേ. അങ്ങ് അവരുടെ ഇത്രയും നാൾ സാത്താൻ അവരെ റൂൾ ചെയ്തതിൽ നിന്ന് മാറ്റി അവിടുന്ന് അവരെ റൂൾ ചെയ്യണമേ. അവിടുന്ന് കർത്താവെ ആ പ്രാർത്ഥന കേട്ടതിനായി ഇഷ്ടം, അവിടുന്ന് ഈ കാര്യം ചെയ്തതിനായി ഇഷ്ടം. ഒരു പുതിയ ലൈഫ് കർത്താവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ സഹായിക്കണമേ. ദുഷ്ടങ്ങളിൽ പെടാതെ വേണം കർത്താവ് ഒരു സ്പെഷ്യൽ ഒരു പ്രൊട്ടക്ഷൻ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കും. അവിടുന്ന് ഇവരെ രക്ഷിക്കണം. ഇത് കേൾക്കുന്ന, ഇത് ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തി ജീവൻ രക്ഷിക്കണം. അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കണം. കർത്താവിനെ സഹായിക്കണം. ഒരു യേശുവിലുള്ള സമൃദ്ധമായ ജീവിതം, ശക്തമായ ജീവിതം അവർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ മുന്നോട്ട് വളർത്തണമേ. അവർ വളരുവാൻ ആവശ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ. കർത്താവെ ഹല്ലേലൂയ അവരെ കൃതാർത്ഥമായി ഗൈഡ് ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു കർത്താവ് ഗൈഡിങ് സിസ്റ്റം ദൈവം അവർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ സഹായിക്കണം, കൂടെ ഇരിക്കണം, മനസ്സലിയണം, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ചെയ്തോന്ന് കേട്ടു തരണം.